തോട്ടം തൊഴിലാളികളെ കബളിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ മൂന്നാർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. വിവിധ സർക്കാർ ധനസഹായങ്ങൾ വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മൂന്നാർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി തോട്ടം മേഖലയിൽ നിന്നുൾപ്പെടെ തൊഴിലാളികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാരോപിച്ചും ബ്ലോക്ക് സെക്രട്ടറിക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ ആൾക്കാരെ ആ പാർട്ടി കൊണ്ടു നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും കേരളം ഭരിക്കുന്ന പാർട്ടി എന്നുള്ളത് നമ്മുടെ എല്ലാവരും മനസ്സിലാക്കും. ഈ സമരത്തെ പറ്റി നന്നായിട്ട് അറിയാം. കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സമൂഹത്തിനും യാതൊരു തരത്തിലും നിവൃത്തിയില്ലാത്ത ജീവിതമാണ് സമൂഹത്തിലുണ്ടായത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ്, S വിജയകുമാർ, C നെൽസൺ, G മുനിയാണ്ടി, M റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഭൂരഹിതരായവർക്ക് വീട് നിർമ്മിക്കാനുള്ള ഭൂമി, വീട് നിർമ്മാണം, വിവാഹധന സഹായം തുടങ്ങിയ സഹായങ്ങൾ വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നും കൂലിപ്പണിക്കാരായ സ്ത്രീകളും തൊഴിലാളി സ്ത്രീകളുമാണ് തട്ടിപ്പിനിരയായവരിൽ അധികമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.